7 വർഷമായി നോർത്ത് ഈസ്റ്റിൽ സേവനം ചെയ്യുന്ന SD സന്യാസിനി സമൂഹാംഗമായ സിസ്റ്റർ ടീനയുടെ മിഷൻ അനുഭവങ്ങൾ ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. അരുണാചൽ പ്രദേശിൽ ശുശ്രൂഷ ചെയ്ത നാളുകളിലെ മിഷൻ അനുഭവങ്ങളെക്കുറിച്ചും ക്രിസ്തുവിന്റെ കരുണാർദ്ര സ്നേഹം തന്റെ ശുശ്രൂഷയിലൂടെ പകർന്നു നൽകിയ അനുഭവങ്ങളെക്കുറിച്ചും അരുണാചലിലെ സംസ്കാരത്തെക്കുറിച്ചും സിസ്റ്റർ ടീന ഷെക്കേന ചർച്ച് ബീറ്റ്സിൽ മനസ്സ് തുറക്കുകയാണ്. അരുണാചലിൽ ഞങ്ങളുടെ കോൺവെന്റ് ഇരിക്കുന്ന ഒരു ബോർഡർ ഏരിയയിലാണ്. സിയും എന്ന് പറയും. തക്സിൻ ബോർഡറായിട്ട് വരുന്നതാണ് ചൈനയുടെ. അവിടെ ട്രൈബ് എന്ന് പറയുന്നത് തകിൻ ട്രൈബാണ്. പ്രത്യേകമായിട്ട് ഇങ്ങനെ പെൺകുട്ടികൾക്ക് ഒട്ടും തന്നെ പ്രാധാന്യം കൊടുക്കാത്തൊരു സ്ഥലമാണ്. അവിടെ പെൺകുട്ടികളെ വിൽപ്പനയ്ക്കുള്ള ഒരു വസ്തുവായിട്ടാണ് അവിടെ കരുതുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് പറയുവാണെങ്കിൽ ഒരു പെൺകുട്ടിക്ക് വേണമെങ്കിൽ അവിടെ ഒരു പ്രത്യേകതര ആനിമലുണ്ട്. ആ ആനിമലിൻ്റെ എണ്ണം അനുസരിച്ചാണ് കുട്ടികളുടെ വില കണക്കാക്കുന്നത്. അപ്പോൾ ഒരു കുട്ടിയെ വാങ്ങണമെങ്കിൽ ആ ആനിമൽ പശുവിനെ പോലെ ഇരിക്കുന്ന ഒരു ആനിമലാണത്. അതിനെ കൊടുത്തിട്ടാണ് അവർ വാങ്ങുന്നത്. അത് അവരുടെ ഒരു ഉപഭോഗ വസ്തുവായിട്ട് മാത്രം കരുതുന്നുള്ളൂ. വേണ്ടവർ ചിലപ്പോൾ അവരുടെ വൈഫായിട്ട് സ്വീകരിക്കും, അല്ലെങ്കിൽ വീട്ടിലെ ജോലികൾക്ക് സ്വീകരിക്കും. പിന്നെ പ്രധാനമായിട്ടും അവരവരുടെ സെക്ഷൽ യൂസിന് വേണ്ടിയിട്ടാണ് അവർ പെൺകുട്ടികളെ വാങ്ങുന്നത്. നമ്മൾ അവരുടെ ഇടയിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. അരുണാചലിൽ SD സന്യാസിനിമാർ ശുശ്രൂഷ ചെയ്യുന്ന മിഷൻ പ്രദേശത്തെ ട്രൈബൽസിന്റെ ഇടയിൽ സേവനം ചെയ്തപ്പോഴുള്ള അനുഭവങ്ങളെക്കുറിച്ച് സിസ്റ്റർ ടീനയ്ക്ക് പറയാനുള്ളത് ഇതാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് സിയും എന്ന് പറയും. ഏകദേശം ഇറ്റാനഗർ ഡയസിസിൽ വരുന്ന ഒരു സ്ഥലമാണ്. തക്സിൻ ബോർഡറിലായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് സിയും. അവിടെ പെൺകുട്ടികളെ അവർ ഒരു വിൽപ്പന ചരക്കായിട്ടാണ് കാണുന്നത്. അത് ആണുങ്ങൾ എത്ര വയസ്സെന്നില്ല, ചിലപ്പോൾ ചെറുപ്പക്കാരായിരിക്കും, അല്ലെങ്കിൽ ഒത്തിരി പ്രായമുള്ളവരായിരിക്കും. അവർ പെൺകുട്ടികളെ ഇങ്ങനെ വാങ്ങുന്നു. അപ്പോൾ അവർക്കുള്ള വിലയായിട്ട് കൊടുക്കുന്നത് ചിലപ്പോൾ പൈസ കൊടുക്കുമായിരിക്കും. ചിലപ്പോൾ 24,000 രൂപ, 25,000 രൂപ, അല്ലെങ്കിൽ ആ ഒരു മൃഗത്തെ അവർ വിലയായിട്ട് കൊടുക്കും. അല്ലെങ്കിൽ ചില സിൽവർ കോയിൻസ്, അങ്ങനെ അവർക്ക് ഉള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ലാൻഡ് ആയിരിക്കും. അതെല്ലാം അവർ ആ വിൽപ്പനയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു മാർഗം. അവരെ കൊണ്ടുവന്ന് അവരുടെ വൈഫായിട്ട്, ചിലപ്പോൾ ഒരാൾക്ക് തന്നെ 4-5 വൈഫ് ഉണ്ടാകും. അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവരുടെ സെക്ഷൽ ഡിസയേഴ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് അവർ ഈ പെൺകുട്ടികളെ കൊണ്ടുവരുന്നത്. അത് അവിടെ നിന്ന് തന്നെ ആയിരിക്കണമെന്നില്ല, ഏതെങ്കിലും ബോർഡർ ഏരിയയിൽ നിന്നോ അങ്ങനെ അടിമകളായിട്ട് അവിടെ കൊണ്ടുവന്ന് അവരെ ഉപയോഗിക്കുകയാണ്. ചില പെൺകുട്ടികളോടൊക്കെ നമ്മൾ അവരെ കണ്ടുമുട്ടുമ്പോൾ അവരുടെ മേത്തുള്ള ഇങ്ങനെ പാടുകളൊക്കെ ഒത്തിരി ഇങ്ങനെ കാണിക്കും. കാരണം ആ മനുഷ്യർക്ക് അവരുടെ എല്ലാ സെക്ഷൽ ഡിസയേഴ്സും ഫുൾഫിൽ ചെയ്യുന്ന പെൺകുട്ടികളുടെ മേത്താണ്. ചിലപ്പോൾ ബ്ലേഡ് കൊണ്ട് വരഞ്ഞായിരിക്കും, ചിലപ്പോൾ വടി കൊണ്ട് അടിച്ചായിരിക്കും, പിന്നെ മറ്റുള്ള തരത്തിലുള്ള ഹരാസ്മെൻറ്റിലൂടെയൊക്കെ ആയിരിക്കും. പക്ഷെ അതെല്ലാം സഹിച്ച് ആ കൊച്ച് ആ വീട്ടിൽ താമസിച്ചോളും. ചിലപ്പോൾ തീരെ കൊച്ചുങ്ങളെ വരെ കൊണ്ടുവന്ന് അവർ 3-4 വയസ്സുള്ള പെൺകുട്ടികളെ വരെ കൊണ്ടുവന്ന് അവരവിടെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഈ നാളുകളിൽ അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിൻ്റെ ഇടപെടലിലൂടെയും പഠിപ്പിക്കലിലൂടെയും അങ്ങനെയുള്ള ബോധവൽക്കരണത്തിലൂടെയൊക്കെ ഇന്നത്തെ ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. എങ്കിൽ പോലും ഇപ്പോഴും ഒരു കല്യാണത്തിനായിട്ടാണെങ്കിലും പെൺകുട്ടികളെ എടുക്കുമ്പോൾ അവർ ഈ മൃഗത്തെ വിലയായിട്ട് കൊടുത്തോ, അല്ലെങ്കിൽ പൈസ കൊടുത്തോ, അല്ലെങ്കിൽ ലാൻഡ് കൊടുത്തോ ഒക്കെയാണ് ഇപ്പോഴും പെൺകുട്ടികളെ പലപ്പോഴും കൊണ്ടുവരുന്നത്. പണത്തിനും വീട്ടാവശ്യത്തിനുമുള്ള മൃഗത്തെ മേടിക്കാനും സ്വന്തം പെൺമക്കളെ വരെ വിൽക്കുന്ന മാതാപിതാക്കളെ വരെ കണ്ടിട്ടുണ്ടെന്നും കത്തോലിക്ക സന്യാസിനിമാരുടെയും വൈദികരുടെയും ശുശ്രൂഷകളിലൂടെയും ബോധവൽക്കരണത്തിലൂടെയും അവരുടെ ഇടയിൽ കുറേയേറെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചെന്നും സിസ്റ്റർ ടീന പറയുന്നു. മാതാപിതാക്കളും കൊണ്ടുവരുന്നുണ്ട്. അവർക്കിങ്ങനെ പൈസയ്ക്ക് ആവശ്യം, അല്ലെങ്കിൽ ഈ മൃഗങ്ങൾക്ക് ആവശ്യമൊക്കെ ഉള്ളപ്പോഴാണ് ഈ മൃഗത്തെ ഉപയോഗിക്കുന്നത്. അവരുടെ പറമ്പിൽ ഉഴുവാനായിട്ട് ഉപയോഗിക്കും, അല്ലെങ്കിൽ അവരുടെ സ്വത്തായിട്ടൊക്കെ അവരിതിനെ കാണുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും അവരങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. അല്ലാതെ മാതാപിതാക്കൾ മരിച്ചുപോയ കുട്ടികളുടെ റിലേറ്റീവ്സ് അവർക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ട് അവർ പിള്ളേരെ ഇതുപോലെ വിൽക്കുന്നുണ്ട്. അവിടെ വിവിധ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അരുണാചൽ പ്രദേശിലെ ഗ്രാമങ്ങളിലുള്ളത്. അവിടെ പലതരത്തിലുള്ള ഡിനോമിനേഷൻസ് ആണ്. റിവൈവൽസ് ഉണ്ട്, ജെൻഡൈൽസ് ഉണ്ട്, ചർച്ച് ഓഫ് ഗോഡ്, ബാപ്റ്റിസ്റ്റ്, അങ്ങനെയുള്ള വിഭാഗങ്ങൾ ഒത്തിരി വന്നിട്ടുണ്ട്. ഇതിലൊന്നിലും പെടാത്ത, അതായത് മെയിനായിട്ടുള്ളൊരു ഇതാണ് ധോണിപ്പോളോ എന്ന് പറയുന്നത്. സൂര്യനെയും ചന്ദ്രനെയും ആരാധിക്കുന്ന പണ്ടത്തെ പഴയ നിയമ പുസ്തകത്തിൽ ആ ഒരു വിഭാഗമാണ് അവിടുത്തെ മെയിനായിട്ടുള്ളത്. അതിൽ നിന്ന് കൺവേർട്ടഡ് ആയിട്ടുള്ളവരാണ് ഈ പറയുന്ന കാത്തലിക്സും മറ്റുള്ള റിവൈവൽസ്, സെവൻത്ത് ഡേ ചർച്ചൊക്കെ. അപ്പോൾ മെയിനായിട്ട് ആ ധോണിപ്പോളോ എന്ന് പറഞ്ഞ വിഭാഗത്തിൽ നിന്നാണ് ഇപ്പോഴും ഏറ്റവും കൂടുതൽ പെൺകുട്ടികളെ വിറ്റുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരു കുട്ടി 16 വയസ്സിൽ അവിടെ വന്നതാണ്. അത് അരുണാചൽ ആസാം ബോർഡറിൻ്റെ സൈഡിൽ നിന്നാണ് ആ കുട്ടിയെ കൊണ്ടുവന്നത്. ഹിന്ദു ആയിരുന്നു. ആ കുട്ടിയുടെ മാതാപിതാക്കൾ ഒരു വ്യക്തിക്ക്, അത് വാങ്ങിച്ചു കൊണ്ടുവന്ന വ്യക്തിയാണെങ്കിൽ 70 വയസ്സിന് മേളിലുള്ള ഒരു
വൃദ്ധനായ മനുഷ്യനാണ് ഈ കുട്ടിയെ വാങ്ങിച്ചു കൊണ്ടുവന്നത്. ആ കുട്ടിയെ കൊണ്ടുവന്ന് അയാളുടെ സെക്ഷലി ഡിസയേഴ്സ് എല്ലാം കുട്ടിയുടെ മേലിൽ ഇങ്ങനെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് ഒത്തിരി തിരിച്ചു പോകാനായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷേ എങ്കിലും പറ്റാത്തത് കൊണ്ട് ആ കൊച്ച് തന്നെ കൊച്ചിൻ്റെ കൈ മുഴുവൻ ഇങ്ങനെ ഓരോ പ്രാവശ്യം ഇങ്ങനെ സെക്ഷൽ ഹരാസ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ അത് ആ വേദന മറക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ ഇങ്ങനെ ബ്ലേഡും കൊണ്ട് മൊത്തം ഇങ്ങനെ വരഞ്ഞ്, അപ്പോൾ ഈ ഷോൾഡർ മുതൽ ഇവിടം വരെയുള്ള ഭാഗം മുഴുവൻ ഇങ്ങനെ വരഞ്ഞ് വെച്ച് ഓരോ പ്രാവശ്യം വരഞ്ഞതിൻ്റെ പാട് എപ്പോഴും ഞങ്ങൾ കാണിച്ചു തരുമായിരുന്നു. എപ്പോഴും ഞങ്ങളുടെ ഒന്ന് സംസാരിക്കും, ഒത്തിരി കരഞ്ഞുകൊണ്ട് അത് സംസാരിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ വേദനയെപ്പറ്റി. ആ പെൺകുട്ടി ആയിരിക്കുന്നതിൻ്റെ വേദന, പെൺകുട്ടി അല്ലായിരുന്നെങ്കിൽ എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാമായിരുന്നു, അല്ലെങ്കിൽ ആണായിരുന്നെങ്കിൽ അങ്ങനെ ഒരു സെക്ഷൽ ഹരാസ്മെൻറ്റിലൂടെ പോകേണ്ടി വരികയില്ലായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി വേദന ആ കൊച്ച് പങ്കുവച്ചിട്ടുണ്ട്. സിസ്റ്റേഴ്സും അച്ഛന്മാരും പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഹാബിറ്റൊക്കെ ഇട്ട് ചെല്ലുമ്പോൾ ഒരു ഫോറിനേഴ്സായിട്ടാണ് അവർ നമ്മളെ കരുതുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ട്രൈബിലോട്ട് അവർ നമ്മളെ വെൽക്കം ചെയ്യുന്നില്ല. പിന്നെ ഇങ്ങനെ നല്ല നമ്മുടെ എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ അവർക്ക് ലഭ്യമാക്കി കൊടുക്കുമ്പോഴാണ് അവർക്ക് നമ്മളോട് സ്നേഹം വരികയും അങ്ങനെയൊക്കെ ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് നമ്മളോട് ഉണ്ടായത്. അപ്പോൾ ആദ്യത്തെ നാളുകളിൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഇപ്പോഴും അവർ വലിയ വടിവാളും എല്ലാം പിടിച്ച് നമ്മളെ കൊല്ലാനൊക്കെ ഒത്തിരി വന്നിട്ടുണ്ട്. അവിടുത്തെ അച്ഛന്മാരെ പോലും ഒത്തിരി ഉപദ്രവിച്ച നാളുകളുണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ അവിടുത്തെ പ്രചാരം എന്ന് പറയും, അതായത് നമ്മുടെ നാട്ടിലെ കാറ്റഗീസ്റ്റ് എന്നൊക്കെ പറയുന്നത്, അവരൊക്കെ ഒത്തിരി നമ്മളെ സംരക്ഷിച്ചിട്ടുണ്ട്. അസുഖങ്ങൾ വരുമ്പോൾ ആശുപത്രിയിൽ പോലും പോകാതെ അത് ദൈവശാപമായി കാണുന്നവരെയും താൻ കണ്ടിട്ടുണ്ടെന്നും അവിടുത്തെ മൃതസംസ്കാര ശുശ്രൂഷ വേറിട്ടതാണെന്നും സിസ്റ്റർ ടീന പറഞ്ഞു. അവർ പലപ്പോഴും എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ പ്രത്യേകതകൾ വരുമ്പോൾ അതെല്ലാം ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ശാപമായിട്ട് കണ്ട് അതിനെ വേണ്ടത്ര രീതിയിൽ ടേക്ക് കെയർ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഒത്തിരി മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. TB, ജോണ്ടിസ് ഒക്കെ വരുമ്പോൾ അവർ വിചാരിക്കുന്നത് ദൈവം കൊടുക്കുന്ന ശാപമാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാനായിട്ട് പലപ്പോഴും റെഡി ആകാറില്ല. നമ്മൾ ചെന്ന് കണ്ട് അവരെ സംസാരിച്ച് പറഞ്ഞ് നമ്മളുടെ റിസ്കിൽ കൊണ്ടുപോയാൽ മാത്രമാണ് അവരിങ്ങനെ ചിലപ്പോഴൊക്കെ അങ്ങനെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോവുകയുള്ളൂ. നമ്മൾ ഒത്തിരി മനുഷ്യരുടെ ജീവൻ അങ്ങനെ രക്ഷിക്കാനായിട്ട് അവിടെ ആയിരുന്നപ്പോൾ സാധിച്ചിട്ടുണ്ട്. പിന്നെ മെഡിസിന് കൂടുതൽ പൈസയാണല്ലോ എന്ന് കരുതി അവർ പലപ്പോഴും മെഡിസിൻ വാങ്ങാൻ വരാറില്ല. നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി മെഡിസിൻ കൊടുത്ത് അവരെ ചികിത്സിക്കുന്നു. പിന്നെയുള്ളൊരു കാര്യം, അവർ ആരെങ്കിലും മരിച്ചാലും ഒത്തിരി പൈസ അവർ ചിലവാക്കും. 3-4 ദിവസം ഡെഡ് ബോഡി വീട്ടിൽ വെച്ച് അവർ അത് ആഘോഷിക്കും, കുടിക്കും, ഭക്ഷണം കഴിക്കും, പന്നിയെ കൊല്ലും, പശുവിനെ കൊല്ലും, അങ്ങനെയൊക്കെ ഒത്തിരി ആഘോഷം ഒരാൾ മരിച്ചാലുണ്ട്. പക്ഷേ ആ ആഘോഷത്തിന് അവരുപയോഗിക്കുന്ന പൈസ ഒരിക്കലും അവർ മെഡിസിൻ വാങ്ങാനോ പിള്ളേരുടെ എഡ്യൂക്കേഷനോ വേണ്ടിയിട്ട് അവരവിടെ ചിലവാക്കാറില്ല. പലപ്പോഴും അവരെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം ചെറുതായിട്ട് വ്യത്യാസങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിലും വേണ്ടത്ര ഒരു വ്യത്യാസം ആ ലെവലിൽ വന്നതായിട്ട് കാണുന്നില്ല. പിന്നെയുള്ളൊരു പ്രത്യേകത, ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ എല്ലാ ബിലോങ്ങിങ്സും അവർ ആ കുഴിയിലിട്ട് മൂടും. അതെന്തുമാത്രം വിലയുള്ളതാണെങ്കിലും, ഫോണാണെങ്കിലും, ടേപ്പ് റെക്കോർഡർ ആണെങ്കിലും, CD പ്ലെയർ എന്തെന്ന് തന്നെയാണെങ്കിലും ആ വ്യക്തി ഉപയോഗിച്ചിരുന്ന എല്ലാ സാധനങ്ങളും പിന്നീടൊരു തലമുറയ്ക്ക് അത് ഉപയോഗിക്കാമെന്ന് അവരൊരിക്കലും വിചാരിക്കാറില്ല. അതെല്ലാം അതിനകത്തിട്ട് അവർ മൂടും. പിന്നെ സിംഗിൾ പാരൻസ് ആണ് കൂടുതൽ ആ നാട്ടിലുള്ളത്. പ്രത്യേകിച്ച് ഇങ്ങനെ പെൺഭരണമുള്ള ട്രൈബിലൊക്കെ ആകുമ്പോൾ അവരിങ്ങനെ അമ്മ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ അപ്പന് ഇങ്ങനെ സ്ഥാനമില്ല. അപ്പം അപ്പന്മാർ അടുത്ത പെണ്ണിൻ്റെ പുറകെ ഓടിപ്പോവും, പിള്ളേരുടെ വഴിക്ക്. അതുകൊണ്ട് ഒരു മോറൽ ലൈഫിൽ നല്ലൊരു മാതൃക അവരുടെ പാരൻസിൻ്റെ ഭാഗത്ത് നിന്ന് പിള്ളേർക്കില്ല. നമ്മുടെ നാട്ടിൽ ഉള്ള കള്ളെന്ന് പറഞ്ഞ പോലെ വീട്ടിൽ തന്നെ അവർ അരിയും കൊണ്ടും ഈസ്റ്റൊക്കെ ഇട്ട് ഒരു പ്രത്യേകതരം ലിക്വിഡ് അവരുണ്ടാക്കും. അത് കുഞ്ഞുനാൾ മുതൽ കുടിച്ച് അവർ അതിന് അഡിക്റ്റഡ് ആയിട്ട് മാറുന്നു. പിന്നെ ഒത്തിരി കുവായി എന്ന് പറയും, അതായത് അടയ്ക്ക, വെറ്റിലയുടെ നാടാണ്. ഒത്തിരി അവർക്ക് അതിൻ്റെ കൾട്ടിവേഷനുണ്ട്. അതും കുഞ്ഞു പിള്ളേർ മുതൽ 3 വയസ്സ് മുതൽ അവർ കഴിക്കും. ഇപ്പോൾ അത് ചുമ്മാ അത് മാത്രമല്ല, അതിനകത്ത് ഒത്തിരി ചുണ്ണാമ്പ് തേച്ചവർ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി ക്യാൻസർ പേഷ്യൻസ് ഒത്തിരി കൂടുതലാണ് ആ നാട്ടിലൊക്കെ. ബോധവൽക്കരണ പരിപാടികളൊക്കെ ഒത്തിരി നടക്കുന്നുണ്ട്, എങ്കിലും വേണ്ടത്ര ഒരു മാറ്റം ഇപ്പോഴും വരാത്ത പോലെ തോന്നുന്നു. സിസ്റ്റർ ടീനയുടെ പ്രവർത്തനങ്ങൾക്ക് പ്രാർത്ഥനയും പിന്തുണ നൽകി സഭാ അധികാരികളും കൂടെയുണ്ട്. SD സന്യാസിനി സമൂഹത്തിന്റെ ഡൽഹി പുഷ്പതാം പ്രോത്സാഹകമായ സിസ്റ്റർ ടീന 2007 ഒക്ടോബർ 6 തോമസ് ചക്കിയത് പിതാവിന്റെ മുഖ്യ കാർമ്മികത്തിൽ നടന്ന ആദ്യ വ്രതവാഗ്ദാന ശുശ്രൂഷയിൽ സിസ്റ്റർ തന്റെ വ്രതവാഗ്ദാനം നടത്തി. 7 വർഷത്തെ സന്യാസ ജീവിതത്തിനു ശേഷം 2014 തന്റെ നിത്യവ്രതവാഗ്ദാനം ചെയ്ത സിസ്റ്റർ നോർത്ത് ഈസ്റ്റിലെ ട്രൈബൽസിനിടയിൽ ശുശ്രൂഷ ചെയ്ത് വരികയാണ്. ഞങ്ങൾ പ്രധാനമായിട്ടും അവിടെ ചെയ്യുന്നത് 3 ലെവലിലാണ്. ഡിസ്പെൻസറി ഉണ്ട്, നമുക്ക് സ്കൂളുണ്ട്, കൂടാതെ പാസ്റ്റൽ വർക്കാണ്. നമ്മൾ 3 ഫീൽഡിലാണ് നമ്മളവിടെ വർക്ക് ചെയ്യുന്നത്. ഞാൻ ഡിസ്പെൻസറിയിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ നഴ്സാണ്. അവിടെ നമുക്ക് ഡോക്ടേഴ്സ് അങ്ങനത്തെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. നമ്മളെല്ലാം ഒരാൾ തന്നെ മാനേജ് ചെയ്യുന്നു. പിന്നെ കൂടുതൽ സഹായിക്കാനായിട്ട് വില്ലേജിൽ നിന്ന് തന്നെ ഒരു ഗേളുണ്ട്. പിന്നെ ആ നാട്ടിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ളൊരു നാടിനെ പറ്റി ചിന്തിക്കാനായിട്ട് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഈ സൗകര്യങ്ങളും ഇതെല്ലാം ഒന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാനായിട്ടും ഒത്തിരി ബുദ്ധിമുട്ട്. നമുക്ക് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഇല്ല. പിന്നെ ഇപ്പോഴും ലാൻഡ് സ്ലൈഡ്, മഴ അങ്ങനെയൊക്കെയാണ് അവിടെ. അപ്പോൾ പലപ്പോഴും വർഷങ്ങൾ കഴിയുമ്പോഴൊക്കെ നമ്മൾ താഴത്തോട്ട് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വരുന്നത്.
ഇവൻ മാർക്കറ്റിങ്ങിന് പോലും നമുക്ക് വരണമെങ്കിൽ 5 മണിക്കൂറത്തെ സമയമുണ്ട്. എന്തെങ്കിലും വണ്ടി കിട്ടിയാലൊക്കെയാണ് നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനായിട്ട് താഴോട്ട് വരുന്നത്. അങ്ങനെ ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിലാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. എറണാകുളം ചൊവ്വര നമ്പളംപാറ പാപ്പച്ചൻ ലാലി ദമ്പതികളുടെ മകളാണ് സിസ്റ്റർ ടീന.